തായ്ക്കഴവി എന്ന് പറഞ്ഞ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. ഒരു അൺഫോർച്യുനേറ്റ്ലി ഈ പടം കേരളത്തിൽ റിലീസ് ഇല്ലാന്ന് തോന്നുന്നു ഇപ്പോൾ തൽക്കാലം. ഞാൻ കണ്ടത് കോയമ്പത്തൂരിന്നായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ ചില സെൻറ്റേഴ്സിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ റിലീസ് വരുന്നുണ്ടാവും. എന്താണ് ചെയ്യാത്തതിൻ്റെ പ്ലാനെന്ന് എനിക്കറിയില്ല. സോ നല്ല നൈസ് പടം. പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ട് നല്ല ക്രൗഡുള്ള ഒരു തിയേറ്ററിൽ കണ്ടുപോക്കുക. ഞാൻ കണ്ടത് ആ ഒരു കോയമ്പത്തൂരുള്ളൊരു ഒരു ക്രൗഡ് ഫിൽഡ് ആയിട്ടുള്ളൊരു തിയേറ്ററിൽ നിന്നാണ്. സോ ഫാമിലി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു പടം. ആൻഡ് എനിക്ക് തോന്നുന്നത് റീസെൻ്റ്ലി അവർക്ക് ഇങ്ങനത്തെ നല്ലൊരു പടം കിട്ടിയിട്ടില്ല. ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള, റൂറൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു ഗ്രാമത്തിലെ കഥയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു റൂറൽ വില്ലേജിലെ ഒരു അമ്മൂമ്മയുണ്ട്, ഒരു താഴ്ക്കിഴവി. അവർ ഈ നാട്ടിൽ ഫുള്ള് കാശിന് മറ്റേ വട്ടിക്ക് പണം കൊടുക്കും, മറ്റേ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന പരിപാടിയാണ്. സോ അങ്ങനെ നടക്കുന്ന ആ സ്ത്രീനെ എല്ലാവർക്കും പേടിയാണ്. ഇവരെങ്ങനെയെങ്കിലും ചത്തുപോയാൽ മതി എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരു ദിവസം പെട്ടെന്ന് മരിക്കാൻ കിടക്കുന്ന ടൈമിൽ അവരുടെ നടക്കുന്ന അവിടുത്തെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നതും തന്നെ ഇവരുടെ വീട്ടുകാർ, ഈ പ്രത്യേകിച്ച് ഒരു 4-5 മക്കളുണ്ട്. ഈ മക്കൾ തമ്മിൽ ഈ സ്വത്തിന് വേണ്ടി നടത്തുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് സിനിമ മെയിനായിട്ട് കാണിച്ചു തരിക. ആൻഡ് ചില സിനിമകളിലൊക്കെ ഇതേപോലത്തെ പ്ലോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു പ്രിമേഴ്സും ഇതിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ടുവേർഡ്സ് ദി എൻഡ് അവർക്ക് നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു മെസ്സേജ് നൽകുന്നൊരു പടം കൂടിയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ വെറുതെ ഉപദേശം പോലെയല്ല, നല്ല എൻ്റർടൈനർ ആയിട്ട് തന്നെയാണ് സിനിമ ഫുൾ ഓൺ ഫുൾ പോകുക. ഒരു 2.5 മണിക്കൂർ എന്തോ ഉണ്ട്. പക്ഷേ എവിടെ നമുക്ക് ലാഗ് അടിക്കുക, ബോറടിക്കുക ഒന്നും ചെയ്യില്ല. കാരണം നല്ല 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 ഫ്ലോ ഉള്ള, നല്ല തറോലി എൻഗേജിങ് ആയിട്ടാണ് സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് ആയിക്കോട്ടെ, സെക്കൻഡ് ഹാഫ് ആയിക്കോട്ടെ. കുറച്ചും കൂടി ഇമോഷണൽ രീതിയിലൊക്കെ ട്രാക്കിലേക്ക് കിടക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ്. പക്ഷെ അപ്പോഴും ആ ഒരു കോമഡി, അവിടെ ഹ്യൂമർ എലമെൻറ്റ് അവിടെ വേസ്റ്റ് ആക്കുന്നില്ല. ഈ സിനിമയുടെ പോസ്റ്ററിലും ടൈറ്റിലൊക്കെ നമ്മൾ ഈ മറ്റേ രാധിക ശരത്കുമാറിനെയാണ് കാണുക. അവർ ശരിക്കും ആക്ച്വലി ഈ പടത്തിൻ്റെ ഒരു സോൾ മെറ്റീരിയൽ മാത്രമാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റും പിന്നെ കുറച്ച് അങ്ങനത്തെ ഒരു അറൗണ്ട് ഒരു സിനിമയുടെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള പോർഷൻ മാത്രമേ അവർക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളൂ. പക്ഷേ അത് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമേനെ ത്രൂ ഔട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവരാണ്. നിങ്ങൾ ഈ പോസ്റ്ററിലൊക്കെ കാണുന്ന നമ്മൾ സ്ഥിരം കണ്ടുപരിചയമുള്ള കുറേ ഫേസസ് ഉണ്ട്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതും. ഇവരാണ് സിനിമേനെ ത്രൂ ഔട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഒരു 3 മക്കളുണ്ട്, പിന്നെ ഇവർക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, തന്നെ ഒരു മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്. ഈ 3 ആൺമക്കൾക്കും 3 ഭാര്യമാരുണ്ട്. സോ ഇവരിലൂടെയാണ് ഈ സിനിമയുടെ കഥ ഇങ്ങനെ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് പോവുക. ആൻഡ് ഈ പടത്തിന് മൊത്തത്തിൽ അവരെന്നെയാണ് ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഇനീഷ്യലി ഇത് കാണാൻ കയറുന്ന സമയത്ത് ഈ രാധിക ശരത്കുമാറിൻ്റെ ഫുൾ ഓൺ ഫുൾ പടമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. സിനിമ എൻ്റയർലി അതിൻ്റെ ഒരു ടേൺ നടത്തിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഇവർ വെച്ചിട്ടാണ് പടം മുഴുവൻ കൊണ്ടുപോവുക. അത് ഒട്ടും ബോറടിക്കുക, ഒട്ടും ലാഗ് അടിക്കുകയൊന്നുമില്ലാതെ നല്ല തറോലി എൻഗേജിങ് ആയിട്ട് സീൻ ബൈ സീൻ ഡയറക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഒരു സീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിൽ എന്തെങ്കിലും ഒരു എൻഗേജിങ് ഫാക്ടർ ഉണ്ടാവും. നമുക്ക് വെറുതെ ഒരു സീൻ, ഇപ്പോൾ കഥ പോകാൻ വേണ്ടിയിട്ടൊരു സീനൊന്നല്ല, അത് നമുക്കിഷ്ടമാവണം, നമുക്ക് കണ്ട് രസിക്കാൻ പറ്റണം. ആ രീതിയിലാണ് എല്ലാ സീനും സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ തിങ്ക് പുതിയ ഡയറക്ടറാണ്, ഡെബ്യൂ പടം കൂടിയാണ് ഈ പടം. ഐ തിങ്ക് നമ്മുടെ സെയോൺ എന്ന് പറഞ്ഞ ശിവകാർത്തിനൊരു പടം വരുന്നുള്ളൂ, അതിൻ്റെ അതേ ഡയറക്ടറാണ്. ഐ തിങ്ക് അതാണ് മൂപ്പരുടെ ആദ്യത്തെ പടം. അത് റിലീസ് ചെയ്യാൻ വൈകിയത് കൊണ്ട് റിലീസ് ചെയ്തു അങ്ങനെ. സോ ടെക്നിക്കലി ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് സെക്കൻഡ് മൂവി. ബട്ട് റിലീസ് മറ്റേ ഷെഡ്യൂൾ അനുസരിച്ച് ഇതാണ് ആദ്യത്തെ മൂവി. നല്ല കിടിലൻ ഡയറക്ടർ, നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഫസ്റ്റ് പടം നല്ല 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 പടം, നല്ല അടിപൊളി സാധനം. ഇത് വേറെ ലെവൽ പടമൊന്നുമല്ല, ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള സാധനം. എന്നാൽ കുറേ നല്ല മെസ്സേജ് കൺവേ ചെയ്യേണ്ട. ഇത് ആക്ച്വലി ഇത് ഹിറ്റ് ചെയ്യുക ഇതിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇപ്പോഴും കൊണ്ടുപോകുന്ന കുറേ കസ്റ്റംസും കുറേ കാര്യങ്ങളൊക്കെയാണ്. ഈ വുമൺ എംപവർമെൻറ്റ് തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. അതിന് വെറുതെ ഈ ഇവിടുത്തെ ഫെമിനിസ്റ്റ് സെറ്റപ്പ് കാണിച്ചിട്ടല്ല, വിത്ത് എക്സാമ്പിൾ, വിത്ത് ഓരോ കാര്യങ്ങൾ കാണിച്ച് ഓരോ റെഫറൻസ് വെച്ചിട്ടാണ് ഇത് കാണിച്ചു തരിക. സോ ഇപ്പോൾ നമ്മൾ ഈ പാരൻസിന് കൊടുക്കുന്ന ബഹുമാനവും, നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന ബഹുമാനം, നമ്മൾ ഈ സ്ത്രീകൾക്ക് സൊസൈറ്റിയിൽ കൊടുക്കുന്ന ഒരു സ്പേസും ഒക്കെ തന്നെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രീച്ചിങ് അല്ല, ഒരു 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 സെറ്റ് ഓഫ് എക്സാമ്പിൾ വെച്ചിട്ട് അതിലൂടെ നമുക്ക് പറഞ്ഞു തരും. സോ നല്ലൊരു മെസ്സേജ് അത് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. സോ ആ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ സിനിമ ഹാസ് എ ഗ്രേറ്റ് വാല്യൂ, ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. എല്ലാവരും കണ്ടിരിക്കേണ്ട, ഫാമിലിയായിട്ട് കണ്ടിരിക്കേണ്ട, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കേരളത്തിൽ റിലീസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ കണ്ടു നോക്കണം. നല്ല അടിപൊളി പടമാണ്. ആൻഡ് സിനിമയിൽ കമലഹാസൻ റെഫറൻസ് കുറേയുണ്ട്. ഐ തിങ്ക് ഇതിൻ്റെ അടുത്ത പടം, അതായത് ഡയറക്ടറുടെ ഈ സിയോൺ എന്ന പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കമലഹാസനാണ്, മറ്റേ RKF രാജ്കുമാർ, അതന്നെ രാജ്കമൽ ഫിലിം ഇൻ്റർനാഷണൽ. സോ മൂപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ആയിരിക്കും ഈ പടത്തിൽ ഫുൾ ഓൺ ഫുൾ ഒരു കമൽ റെഫറൻസ് ഇങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്, ശിവകാർത്തിയൻ റെഫറൻസ് കുറേ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻ്റർവൽ ടൈമിൽ വിശ്വരൂപത്തിലെ മറ്റേ ഒരു പാട്ടിടും, മറ്റേ ആ ഒരു കിട്ടിലെ സാധനം, അത് എമ്മാരി കിട്ടിലെ പ്ലേസ്മെൻ്റ് എന്നറിയാം. ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു സാധനമാണ്. പക്ഷേ ആ ഒരു സ്റ്റേജ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ഇൻ്റർവൽ ബ്ലോക്കിൽ അതുകൊണ്ട് പ്ലേസ് ചെയ്ത് അടിപൊളി. ഇതുപോലത്തെ കുറേ
കമൽ പടങ്ങൾ ഇതുപോലത്തെ കുറേ കമൽ പാട്ടുകൾ സിനിമയിൽ ത്രൂ ഔട്ടുണ്ട്. രജനി പാട്ടുകളുണ്ട്, മറ്റേ വിജയുടെ പാട്ടുകളുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു പ്രോപ്പർ ഓഡിയൻസ് ട്രീറ്റ് തന്നെയാണ്. ഇത് സോളിഡ് പെർഫോമൻസ് ആൻഡ് വെരി ഗുഡ് കാസ്റ്റിംഗ് ആൻഡ് ഈ പറയുന്ന പോലെ ടെക്നിക്കൽ ഡീറ്റെയിൽസും ആ ഒരു സിനിമാറ്റോഗ്രഫിയും ആ ഒരു റൂറലായിട്ടുള്ള ആ ഒരു വാം നേച്ചറുണ്ട് പടത്തിനും ഫുള്ളായിട്ട്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടുപരിചയമുള്ള, പ്രത്യേകിച്ച് അവർക്കൊക്കെ കൂടുതൽ കണ്ടുപരിചയമുള്ള ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവർക്ക് വർക്കാവുകയും ചെയ്യും. സോ നല്ല എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള, അതിനപ്പുറത്തേക്ക് നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു സോളിഡ് എൻ്റർടൈനറാണ് തായ്ക്കളവ് എന്ന പടം. തീർച്ചയായിട്ടും എല്ലാവരും, ഇതിൽ മ്യൂസിക്കും അടിപൊളിയായിരുന്നു. സോ എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് വേറെ ലെവൽ മറ്റേ ഇതുവരെ നമ്മൾ കാണാത്ത പടം എന്നൊന്നുമല്ല. നമ്മൾ ഇങ്ങനത്തെ കുറേ നല്ല ഫീൽ ഗുഡ് പടങ്ങൾ തമിഴിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ വളരെ നല്ല ക്വാളിറ്റിയുള്ള, നല്ല എല്ലാവരും ചർച്ച ചെയ്യപ്പെടേണ്ട നല്ലൊരു പടം കണ്ടുപോക്കുക. ഇവിടെ വരികയാണെങ്കിൽ കണ്ടുപോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.